Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the play The Tempest, Act 3, Scene 1 by William Shakespeare, Kaleidoscope, Songs and Stories of Our World, 4th semester, Calicut University, Common English. First question, what is meant by the main task? Main task എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മെയിൻ ടാസ്ക് റെഫർ ടു ദ വർക്ക് ഓഫ് ക്യാരിങ് ലോഗ്സ് ആൻഡ് പൈലിംഗ് ദം അപ്പ്. മെയിൻ ടാസ്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ജോലിയാണ്. ലോഗ്സ് മീൻസ് വുഡ്, അതായത് മരക്കഷ്ണങ്ങൾ ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് അതിങ്ങനെ കൂന കൂട്ടുന്ന ഒരു ടാസ്ക്കാണ് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. It is heavy and odious work because it was the work of labor and it was hateful work for King's son. അതായത് വളരെയധികം കഠിനാധ്വാനമുള്ള ഒരു ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ് ഈ ഒരു മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അത് കിങ്ങിൻ്റെ ആ ഒരു മകനെ വളരെയധികം ഹെയ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. സച്ച് എ ടാസ്ക് വാസ് ഗിവൻ ടു ഹിം ഇൻ ഓർഡർ ടു ഷോ ഹിസ് സ്ട്രെങ്ത് ആൻഡ് ലവ് ടുവാർഡ്സ് മിറാണ്ട. അപ്പോൾ എന്തിനാണ് ഈ ഒരു ഫെർഡിനാൻഡിന് ഈ ഒരു ജോലി കൊടുത്തതെന്ന് വെച്ചാൽ മിറാണ്ടയെ എത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ അവൻ്റെ സ്ട്രെങ്ത്ത് എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ഒരു ടാസ്ക്, ഈ ഒരു മെയിൻ ടാസ്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹിസ് മിസ്ട്രസ് ടു ദ വർക്ക്? എന്ത് ആറ്റിറ്റ്യൂഡായിരുന്നു അതായത് ഫെർഡിനാൻഡിൻ്റെ ആ ഒരു ജോലിയോട് മിസ്ട്രസ്സിനുണ്ടായിരുന്നത്? മിസ്ട്രസ് മീൻസ് മിറാണ്ടക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മിറാണ്ട ഈസ് നോട്ട് ഹാപ്പി ടു സീ ഫെർഡിനാൻഡ് വർക്ക് സോ ഹാർഡ് ആഫ്റ്റർ സീയിങ് ദിസ്. അപ്പോൾ മിറാണ്ട അത്ര ഹാപ്പി ആയിരുന്നില്ല ഫെർഡിനാൻഡ് ഇത്രയും ഹാർഡായിട്ടുള്ള ജോലി ചെയ്യുന്നതിൽ. She wished that may lightning burn up these logs which have been ordered by his father to pile up. അതായത് മിറാണ്ട ആഗ്രഹിച്ചിരുന്നു, അതായത് ഒരു പക്ഷേ ലൈറ്റനിങ്, അതായത് ഈ മിന്നലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ മരക്കഷ്ണങ്ങളൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ ഫാദർ, അതായത് പ്രോസ്പിറോ ഓർഡർ ചെയ്തിട്ടുള്ള ഈ മരങ്ങൾ, ഈ മരക്കഷ്ണങ്ങൾ, ഈ വൂഡ്സൊക്കെ ബേണപ്പായി കഴിഞ്ഞാൽ ഫെർഡിനാൻഡിന് ഇത്ര ഭാരം ഉണ്ടായിരുന്നില്ല എന്ന് ആഗ്രഹിച്ചിരുന്നു. ഷീ ഈവൻ റിക്വസ്റ്റഡ് ഹിം ടു പുട്ട് ഡൗൺ ദ ലോഗ്സ് ആൻഡ് ടേക്ക് റെസ്റ്റ്. അതായത് മിറാണ്ട ഫെർഡിനാൻഡിനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു, നീ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, ഇത്രയും കഠിനമായിട്ടുള്ള ഒരു ജോലിയിൽ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, വിത്ത് വോം ഈസ് മിറാണ്ട കമ്പയർഡ്? ആരുമായിട്ടാണ് മിറാണ്ടയെ കമ്പയർ ചെയ്തിട്ടുള്ളത്? മിറാണ്ട ഈസ് കമ്പയർഡ് ടു ഹർ ഫാദർ പ്രോസ്പിറോ ബൈ ഫെർഡിനാൻഡ്. ഫെർഡിനാൻഡ് മിറാണ്ടയുടെ ഫാദറുമായിട്ടാണ് മിറാണ്ടനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ദ ഔട്ട്കം ഓഫ് ദ കമ്പാരിസൺ ഈസ് ദാറ്റ് ഷീ ഈസ് 10 times ബെറ്റർ ദാൻ പ്രോസ്പിറോ. അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ എൻഡ് ഓഫ് ദ റിസൾട്ട് എന്ന് പറയുന്നത് പ്രോസ്പിറോയിനേക്കാളും 10 times ബെറ്റർ ദാൻ ആയിരുന്നു അവൾ, അക്കോർഡിംഗ് ടു ഫെർഡിനാൻഡിൻ്റെ അഭിപ്രായത്തിൽ. നെക്സ്റ്റ്, വൈ കുഡൻ മിറാണ്ട സീ ദ ഫേസസ് ഓഫ് മെനി പീപ്പിൾ ഇൻ ഹെർ ലൈഫ്? എന്തുകൊണ്ടാണ് മിറാണ്ട അവളുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ ഫേസസ് ഒന്നും കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? അത് എന്തുകൊണ്ടാണെന്നുള്ളതായിരുന്നു. Miranda could not see many faces of people in her life because she was living with her father alone on this island from her early childhood. മിറാണ്ട അവൾക്ക് ഒരുപാട് ആളുകളുടെ ഫേസസ് ഒന്നും അവളുടെ ലൈഫിൽ അവൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവൾ ജീവിക്കുന്നത് ഫാദറിൻ്റെ കൂടെ ഒറ്റയ്ക്ക്, പ്രോസ്പിറോയുടെ കൂടെ ഒറ്റയ്ക്ക് ഒരു ഐലൻഡിലായിരുന്നു. അവളുടെ കുട്ടിക്കാലമൊക്കെ ഒരു ഐലൻഡിൽ ലോൺലി ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകളെ ഒന്നും അവൾക്ക് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ്, വാട്ട് ഈസ് റെഫർ ടു ആസ് ട്രൈഫ്ലിംഗ്? എന്താണ് ട്രൈഫ്ലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐഡിൽ ടോക്ക് ഈസ് റെഫർ ടു ആസ് ട്രൈഫ്ലിംഗ്. ഐഡിൽ ടോക്കിനെയാണ് ട്രൈഫ്ലിംഗ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഐഡിൽ ടോക്ക് മീൻസ് ഇറെലവൻറ്റ് ടോക്ക്, അതായത് ഇറെലവൻ്റ് ആയിട്ടുള്ള ടോക്കാണ്. അതായത് ഒരു ഗോസിപ്പൊക്കെ പോലെയുള്ള ടോക്കാണ് ഐഡിൽ ടോക്ക് എന്ന് പറയുന്നത്. അതിനെയാണ് ട്രൈഫ്ലിംഗ് എന്ന് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് സെഡ് ബൈ മിറാണ്ട ദാറ്റ് മോർ ഷീ ട്രൈസ് ടു ഹൈഡ് ഹെർ ലവ് മോർ ഇറ്റ് ഈസ് റിവീൽഡ് വിത്ത് കണ്ണിങ് ഡിസ്പ്ലേ ഓഫ് ബാഷ്ഫുൾനെസ് ലെറ്റിംഗ് മിറാണ്ട സിമ്പിൾ ആൻഡ് സ്കെയർഡ് ഇന്നസെൻസ് ബി ഹെർ എയ്ഡ്. അതായത് ഇതിൽ ഒരിക്കൽ
മിറാണ്ട പറയുന്നുണ്ട് അവളുടെ ആ ഒരു ലവ് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും തോറും അതിങ്ങനെ റിവീൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ അവളുടെ ആ ഒരു സിമ്പിളായിട്ടുള്ള അവളുടെ ആ ഒരു ഇന്നസെൻസിനെയാണ് ഇവിടെയൊക്കെ കാണിക്കുന്നത്. താങ്ക് യു.